ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? മഴയൊക്കെ ഉണ്ടോ എല്ലായിടും? ഇവിടെയും തിരുവനന്തപുരം നല്ല മഴ തന്നെയാണ്. ഇന്നിപ്പോൾ കുറച്ച് തോർച്ചയുണ്ട്. ഇന്ന് വേറൊരു കണ്ടൻറ്റൊന്നുമില്ല. നമ്മുടെ ഇളയ പുത്രന് കൺമഷി ഇടുന്ന ഒരു വീഡിയോ ആണ്. വെറുതെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താണ്, പിന്നെ ആൾക്ക് 1 വയസ്സായി. മാധവ് മുരാഹരി എന്നാണ് അവൻ്റെ പേര്. ഞങ്ങൾ മാധു എന്ന് വീട്ടിൽ വിളിക്കും. അപ്പോൾ മൂത്തയാൾ പോയാണ്, ധനുഷ് സ്കൂളിൽ പോയേക്കാണ്. 5th സ്റ്റാൻഡേർഡിലാണ്. അവന് മിഡ് ടേം എക്സാം നടക്കുകയാണ്. അപ്പോൾ അവന് പിന്നെ നവംബർ ആകുമ്പോഴത്തേക്ക് അവന് 11 വയസ്സാവും. മോന് 1 വയസ്സായി, ഓഗസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ എന്താ, എനിക്ക് തോന്നുന്നത് മിക്ക ഫാമിലിയിലും ഈ 2 ആൺകുട്ടികൾ അല്ലെങ്കിൽ 3 ആൺകുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ അവരെ ഒരുക്കി നടക്കാനായിട്ട്, ഒരുക്കാനും ഒക്കെ അമ്മമാർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ പെൺമക്കളെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരുക്കി കൊണ്ട് നടക്കാനും ഒരുക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹമെല്ലാം ചുരുങ്ങിയ കാലം കൊണ്ട് ഇവന്മാരെ 2ലും പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആകെ ഒരു സൊല്യൂഷൻ. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ എഴുതാറുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്ന വലിയ പ്രശ്നമില്ല, ബീഭത്സമായില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില ദിവസമൊക്കെ ഭയങ്കര തിക്കായിട്ടൊക്കെ പോകാറുണ്ട്. അപ്പം ഞാൻ ഈ വാക്സിൻ എടുക്കാനൊക്കെ പോകുമ്പോൾ അവിടെയുള്ള സിസ്റ്റേഴ്സ് പറയും, യോ മോനെ ആര് കരുതി തന്ന മോനെ, ഞാൻ ഇങ്ങനെ കൊച്ചിന് ഇത്രയും തിക്കായിട്ടൊന്നും എഴുതല്ലെന്നൊക്കെ അവർ പറയാറുണ്ട്. പക്ഷേ അതെന്താണെന്നറിയോ, നമ്മൾ മുടി വെട്ടും പോലെയാണ്. മുടി ലോങ് ഹെയറൊക്കെ ഇങ്ങനെ വെട്ടി ഒരുപാടം കയറി പോവില്ല ഷേപ്പ് വരുത്തി. അതുപോലെയാണ്. ആദ്യം ലൈറ്റായിട്ട് വരയ്ക്കും, പിന്നെ അത് വരച്ചാണ് പിന്നെ അങ്ങനെ പോകണേ. എനിക്ക് പിന്നെയും വലതുവശം ഓക്കെയാണ്, ഇടതുവശം വരയ്ക്കുമ്പോഴാണ് മോശമാണ്. അപ്പോൾ അത് പിന്നെ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് അതും കുളവും. പിന്നെ ആൾറെഡി ഒരുവിധം വൃത്തിക്ക് ചെയ്ത വലത് സൈഡും കൂടി മോശമാക്കാറാണ് സാധാരണ പതിവ്. എന്തായാലും മറ്റേക്കും തരക്കേടില്ലാത്ത പുരികമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനെങ്ങനെയൊക്കെ കുത്തി വരച്ചാലും അവരുടെ ഹെറിഡിറ്ററിയൊക്കെ അനുസരിച്ചിട്ട് അവർക്കുള്ള പുരികം വരും. പിന്നെ ഇതൊരു അമ്മയെന്നുള്ള രീതിയിൽ എൻ്റെ സന്തോഷം അത്രയേ ഉള്ളൂ. പിന്നെ എന്താണ്, നമ്മുടെ ഐ സ്പെഷ്യലിസ്റ്റൊക്കെ ഇങ്ങനെ ഇതൊന്നും എഴുതാൻ പാടില്ലെന്നൊക്കെയാണ് പറയുന്നത് കുഞ്ഞുമക്കൾക്ക്. അപ്പം ഞാൻ കണ്ണിലൊന്നും ആദ്യമൊന്നും എഴുതില്ല. ഇപ്പോഴും കണ്ണിനകത്ത് പിന്നെ പീലി ടച്ച് ചെയ്തൊന്നും എഴുതാറില്ല. വെറുതെ എൻ്റെ മേളിൽ കൂടി ഇങ്ങനെ വരയ്ക്കുന്നേ ഉള്ളൂ. ഹെർബൽ കാജലാണ്. അപ്പോൾ പണ്ട് നാളുകളിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വിളക്കിൽ പിന്നെ കരി ഇങ്ങനെ അമ്മമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കരി പിടിച്ച് ഒക്കെയാണ് എഴുതിപ്പിക്കുന്നു എന്നുള്ളത്. അത് കുറച്ചുകൂടി എന്താണ്, നമുക്ക് വിശ്വസിച്ച് എഴുതാൻ. വേറെ മായങ്ങളൊന്നുമില്ല. ഇതും വലിയ മായം കാണില്ലായിരിക്കും, ഹെർബലല്ലേ. അതുപോലെ കൊച്ചു പിള്ളേർ ഈ കൺമഷിയിലൊക്കെ എന്തോ മായം ചേർക്കാനെന്തോ അല്ലേ, ചേർക്കാൻ സാധ്യതയില്ലെന്നുള്ള വിശ്വസിച്ച് എഴുതുകയാണ്. അതുപോലെ സെബാമെഡിൻ്റെയാണ് ഉപയോഗിക്കുന്നത്, പൗഡറും സോപ്പും ഷാമ്പൂ ഒക്കെ. പിന്നെ ഇതൊന്നുമല്ല, നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ, തേങ്ങയൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ തേങ്ങാപ്പാലായാലും മതി. അവിടെ തലയിൽ തേക്കാനായിട്ടും താളിയും തേങ്ങാപ്പാലും ഒക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ മുഖത്തുമൊക്കെ നമുക്കത് ചെയ്യാം. പിന്നെ ഇങ്ങനെ പ്രോഡക്റ്റുകൾ വേണമെന്നൊന്നുമില്ല. അപ്പം നമുക്ക് സമയവും സാഹചര്യമൊക്കെ ഒക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ ഇങ്ങനെ ചെയ്യാം. കരി വരയ്ക്കും പൊട്ട് കുത്തിയും അവരെ ഭംഗി ആസ്വദിക്കുകയൊക്കെ ചെയ്യാം. മാധു എന്തായാലും ഇതുവരെ കരി വരയ്ക്കാനൊക്കെ അതിലിരുന്ന് തരും, വേറെ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ കണ്ണിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ഡിസ്റ്റർബൻസ് ആവും, ഉറക്കത്തിന് തട്ടി മാറ്റാറുണ്ട്. പിന്നെ അങ്ങനെ വർക്കിനും പ്രോഗ്രസ്, പാല് കുടിച്ച ഓർമ്മയിൽ ഇങ്ങനെ ചുണ്ടൊക്കെ കുടിച്ച് അങ്ങനെ കിടന്ന് തരുമ്പോൾ അത് കഴിഞ്ഞ്, പക്ഷേ അവനിഷ്ടമാണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ താഴെ വയ്ക്കുമ്പോഴേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ അവന് മനസ്സിലാവും, ഇത് കിടത്തി എന്നുള്ള മനസ്സിലാവും. ഒരു ഉറക്കത്തിലാണെങ്കിൽ അത്രയും അവർക്ക് അറിയാൻ പറ്റും, ആ അമ്മയുടെ പിന്നെ പ്രസൻസും അമ്മ അവരെ കിടത്തിയിട്ട് പോകുന്നതൊക്കെ അറിയാൻ പറ്റും. ഈ വീഡിയോ ഇല്ലേ കാണുമ്പോൾ ഇങ്ങനെ പല ഓർമ്മകളാണ്. കാരണം നമ്മളേതുപോലെയൊക്കെ കുഞ്ഞിലെ കരിയൊക്കെ എഴുതി കുളിപ്പിച്ച് സുന്ദരന്മാരാക്കിയൊക്കെ നമ്മുടെ അമ്മമാരിങ്ങനെ നോക്കിയിരുന്ന് കാണുമോ, നമ്മളെ ഭംഗി നോക്കിയിരുന്ന് കാണുമോ, അങ്ങനെ
അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ. പിന്നെ പിന്നെ ഞാൻ ചിലപ്പോൾ ആലോചിക്കും, അയ്യോ കുറേ നാൾ കഴിഞ്ഞ് മാധുവിനും ധനുവിനൊക്കെ വാവ വരുമ്പോൾ ദൈവമേ എനിക്ക് അവർക്ക് ഇതുപോലെ എഴുതാൻ എനിക്ക് പറ്റുമോ, അങ്ങനെയൊക്കെ ഞാൻ ചിലപ്പം ചിന്തിക്കും. അതൊരു മോളൊക്കെ ആണെങ്കിൽ ചിലപ്പം എനിക്കിങ്ങനെ ഒരുക്കാമല്ലോ. ചിലപ്പോൾ അന്നൊന്നും അങ്ങനെയൊന്നും യൂസ് ചെയ്യില്ലായിരിക്കും കൺമഷിയൊന്നും. ഇപ്പം തന്നെ ആരും ഉപയോഗിക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഓരോരുത്തരുടെ അത് ആഗ്രഹവും അവരുടെ സൗകര്യവും അവരുടെ തീരുമാനമൊക്കെ പോലെയാണ്. ചെയ്യണം ചെയ്യണ്ട അങ്ങനെ നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ഇപ്പോഴത്തെ ഒരു ബിസി ലൈഫാണല്ലേ. അപ്പം ഇതൊക്കെ നമുക്കൊരു ചടങ്ങ് പോലെ ചെയ്തു പോകാനേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ്. കുറേയൊക്കെ അവരെ എണ്ണ തേപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും റെഡിയാക്കുന്നതും ഇതൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ അയ്യോ. ഇപ്പോഴും ധനുവിനെ ഞാൻ കുളിപ്പിച്ചൊക്കെ കൊടുക്കാറുണ്ട്. കുറച്ചുകൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാളെല്ലാം സ്വന്തമായിട്ട് ചെയ്യും. ഇദ്ദേഹം അതുപോലെ തന്നെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം അവരുടെ ലോകമായിരിക്കും. അപ്പോൾ അമ്മമാർക്ക് ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഒരിത് ആലോചിക്കുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ എന്താണ് കളിപ്പിക്കാനും കുളിപ്പിക്കാനും കൊണ്ട് നടക്കാനും ലാളിക്കാനും ചീത്ത പറയാനും എല്ലാത്തിനുമായിട്ടല്ലേ നമുക്ക് ദൈവം നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ തരണേ. അപ്പോൾ അത് ഓക്കെയാണ്, നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഈ പഴയ ഫോട്ടോസ് ഇതൊക്കെ ഒരു വലുതാകുമ്പോൾ കാണുമ്പം എന്തായാലും എൻ്റെ കാര്യം തീരുമാനമാവും. ധനു പറയും, അമ്മ ഇച്ചിരിയൊക്കെ എഴുതാവോ അമ്മ, എനിക്ക് എഴുതിയ പോലെ. അവനെ ഞാൻ ഒരുപാട് തിക്കായിട്ടൊന്നും എഴുതിയിട്ടില്ല, ലൈറ്റായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അവൻ്റെ ഫോട്ടോസ് ഞാൻ ഇടാം കുഞ്ഞിലത്തെ. ഇവനെ സംബന്ധിച്ച് ഇവനിങ്ങനെ ആദ്യമൊക്കെ എല്ലാവരും എന്നെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു, ഇതെന്തോ വാരി തേച്ച് എന്തോ വരുത്. പക്ഷെ പിന്നെ അങ്ങനെ കണ്ട് ഇപ്പം കൺമഷി ഇല്ലാതെ മാധുവിനെ കാണുമ്പോൾ എന്തോ ഒരു വയ്യാണ്ടൊക്കെ ഇരിക്കും പോലെ, ഒരു ഒരു മൂഡ് ഔട്ടായിട്ടിരിക്കും പോലെ, ഒരു എനർജറ്റിക് അല്ലാത്ത പോലെ. കാരണം എല്ലാവരും മനസ്സിലാ ഒരു മുഖമാണ്. ചോദിക്കും എന്ത് പറ്റി അപ്പോൾ എനിക്കറിയാം ഇന്നതാണ് കാര്യം. കുളിപ്പിച്ചു എന്ന് പറഞ്ഞ കാര്യമില്ല, മേക്കപ്പൊക്കെ ചെയ്താലേ ഒരു സെറ്റപ്പ് ആവുള്ളൂ. പിന്നെ ഇങ്ങനെ കോമഡി ട്രോളിലൊക്കെ കിടക്കുന്ന കണ്ടിട്ടില്ലേ, പിള്ളേർ അമ്മമാരിങ്ങനെ ഒരുക്കി പൗഡറൊക്കെ കുത്തിയിട്ടേക്കുന്ന അതേ അവസ്ഥയാണ് എൻ്റെ കാര്യം. പിന്നെ ഉണ്ടല്ലോ, ഇപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ നാണക്കേടെന്നൊക്കെ പറയുന്നത്. ഞാനൊക്കെ നഴ്സറിയിലൊക്കെ പഠിക്കുന്ന സമയം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞ ഇങ്ങനെ ബോയ്സില്ലേ, കൊച്ചാൺകുട്ടികൾ, അവരൊക്കെ കൺമഷിയൊക്കെ വരച്ച് പിന്നെ കുലിസൊക്കെ ഇട്ട് വന്ന പിള്ളേരെ എനിക്ക് ഓർമ്മയുണ്ട്. പേരൊന്നും പറഞ്ഞ് ഞാൻ അവരെ നാണം കെടുത്തണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരും. പിന്നെ ഇപ്പോൾ അതൊക്കെ ഭയങ്കര ചമ്മലാണ്. ഇപ്പോൾ ആരും അങ്ങനെയൊന്നും ഇങ്ങനെ കൊലുസ് വള അങ്ങനെയൊന്നും ഇടാറില്ല, കൺമഷിയൊന്നും എഴുതിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും ഞാനിതൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട് സമയം കിട്ടും പോലെയൊക്കെ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഒരുക്കെ. പിന്നെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഇതുപോലെ മേക്കപ്പ് ചെയ്ത് കുളമാക്കി തന്നെയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യം. പിന്നെന്താ, ചിലപ്പം തോന്നും എൻ്റെ അമ്മീ നമ്മളൊക്കെ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഉമ്മാരൊക്കെ കരിയും വരച്ച് ഡയപ്പറും മാറ്റി വീട്ടിലിരിക്കുകയാണല്ലോ ഭഗവാനേ എന്ന് തോന്നും ചില സമയം. ഇല്ല, അപ്പോൾ വിചാരിക്കില്ല നമ്മൾ ചെയ്യാതെ തന്നെ ആര് ചെയ്യണേ അല്ലേ. അയ്യോ നമ്മളടുത്തില്ലേ പാവം, അമ്മരത് വിഷമിക്കൂലേ അമ്മയുടെ പോയി എന്നൊക്കെയുള്ള ഒരു ചിന്ത കാണും. അവർ പറയൂല, അവർ യൂസ്ഡ് ആവും, അഡ്ജസ്റ്റ് ആവുമെങ്കിലും എനിക്കതങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ മാധുവിനെ നോക്കിയിരിക്കുകയാണ്. മാധു സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ അമ്മയും ബാക്ക് ടു ജോബ് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങളെ കുഞ്ഞു വാവാസം ഉണ്ടെങ്കിൽ അമ്മമാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ആണോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്നെപ്പോലെ വട്ടുള്ളവരുണ്ടോയെന്ന്.